ഇത് സാം ലൂയിസ് വലിയ പറമ്പ്. പേര് പോലെ തന്നെ വലിയ പറമ്പും വീടും ഒക്കെ ഉണ്ട്. നല്ല വീടും ജോലിയൊക്കെ ഉണ്ടായിട്ടും വിദേശത്ത് സെറ്റിൽഡ് ആവുക എന്നതാണ് ഏക ലക്ഷ്യം. പ്രായം 30 കഴിഞ്ഞിട്ടും അവിവാഹിതനായി തുടരുന്നു. അതിന് ഒരു കാരണമുണ്ട്. ഹലോ. ഫെബിനെ ഡാ 6:30 എത്തിയേക്കണം കറക്റ്റ് സമയത്ത്. ഞാൻ എത്തിയേക്കാം. ഹലോ. വരുണേ. ശരി. എനിക്കറിയായിരുന്നു നീ തന്നെ വിളിക്കുമെന്ന്. ഏത് സമയം വിളിച്ചാലും കോൾ വെയിറ്റിംഗ്. ഹലോ പോലെ. ഹലോ ഹലോ. ഇവളുടെ ഒരു കാര്യം. വരുൺ, 6:30 ഞാൻ എത്തിയേക്കാം. ശരിക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അന്തിമ വിജയത്തിനായിട്ടുള്ള അവസാന പോരാട്ടം. എനിക്കിതൊരു പോരാട്ടം മാത്രമല്ല, പലരോടുമുള്ള ഒരു മറുപടി കൂടിയാണിത്. ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അവസരമാണ്. അത് നമ്മൾ പാഴാക്കാൻ പാടില്ല. നീ പറഞ്ഞ എല്ലാം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ എനിക്ക് ഒപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പ്ലാൻ നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. നിന്റെയൊക്കെ കയ്യിൽ ഇത്ര മെറ്റീരിയൽസ് ഉണ്ടായിട്ടാണ് ഇപ്പോഴും പാസ്സാവാത്തെ? ആര് പറഞ്ഞു പാസ്സായില്ലെന്ന്? ഇത് അന്നവരൊക്കെ പാസ്സായിട്ടുണ്ട്. ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കയറിപ്പോയാലോ. എന്തായാലും നമുക്കിനി മണിക്കൂറുകൾ മാത്രം പഠിച്ചു തീർക്കുക ഒരു സെമിസ്റ്ററും. അതായത് ഒരു 4 മണിക്കൂറിൽ ഓരോ മൊഡ്യൂൾ തീർക്കണം. എങ്ങനെ? അതായത് 7:30 to 8:30 ഒരു മൊഡ്യൂൾ, 8:30 to 9:30 ഒരു മൊഡ്യൂൾ, 9:30 to 10:30 എടുത്ത്, പിന്നെ 10:30 to 11:30 അവസാനത്തെ മൊഡ്യൂൾ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ റിവിഷനും. അതാണ് ഞാൻ ഉണ്ടാക്കിയേക്കണം മാസ്റ്റർ പ്ലാൻ. ഇതുവല്ലതും നടക്കൂ? നടക്കും. ഇത് കൂടാണ്ട് നമ്മളെ സഹായിക്കാൻ ഞാനൊരു ചേട്ടായിനെ വിളിച്ചിട്ടുണ്ട്. പുള്ളിക്കാണ് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസാ. പുള്ളി ഇങ്ങോട്ട് എത്തും. പുള്ളി എത്തുന്നു തോന്നുന്നു, നോക്കാം. ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം. പ്ലീസ്. 2005 ഞാൻ ബിടെക്കിലെ ആദ്യ പരീക്ഷ എഴുതിയത്. അന്ന് തൊട്ട് ഞാൻ എഴുതിയ എല്ലാ സപ്ലൈയുടെയും ക്വസ്റ്റ്യൻ പേപ്പറും നോട്ടും ഇതിലുണ്ട്. എൻ്റെ അനുഭവം വെച്ച് ഈ നോട്ട്സ് മാത്രം പഠിച്ച് നമുക്ക് സുഖമായിട്ട് പരീക്ഷിക്കാം. എന്നിട്ടാണ് അങ്ങനെ ഇത്ര നമ്മളോട് പാസ്സാവാത്ത?
എന്തിനാ ഭായി രാത്രിയിൽ റെഡ് ബുൾ? അനിയനധികം കാട് കയറിയൊന്നും ചിന്തിക്കണ്ട, ഇതെനിക്ക് ഉറക്കം വരാതിരിക്കാനുള്ളതാ. ഹലോ, ഒരു മിനിറ്റ്. വിളിക്കാം. ഓക്കെ. സാംബായി, ഇപ്പൊ സമയം 7:30. അക്കോർഡിംഗ് ടു അവർ മാസ്റ്റർ പ്ലാൻ 7:30 to 11:30 4 മണിക്കൂർ, 4 മൊഡ്യൂളും. അതായത് 7:30 to 8:30 ഒരു മൊഡ്യൂൾ, 8:30 to 9:30 ഒരു മൊഡ്യൂൾ. അങ്ങനെ 11:30 നമ്മൾ 4 മൊഡ്യൂളും തീർക്കും. പിന്നെ 1 മണിക്കൂർ റിവിഷൻ. ഡീൽ? അല്ല സാമ്പായി, ഈ ബിടെക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ജോലി കിട്ടി? ഇവിടെ 10ാം ക്ലാസ് പാസ്സാവാത്തവൻ ആശുപത്രി കെട്ടി രോഗികളെ ചികിത്സിക്കണം, പിന്നെയാണോ ഒരു ജോലി? അല്ല ഭായ്, നിങ്ങൾക്ക് കാശുണ്ട് ജോലിയുണ്ട്, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും സപ്ലൈ എഴുതിയ ഒരു ബിടെക്? അനിയ, ഈ വിവാഹ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഈ ജോലിനേക്കാൾ കാശിനേക്കാളൊക്കെ വലുപ്പം ഡിഗ്രിക്ക്. അല്ലാതെ ജയിക്കാത്ത ബിടെക്കും ഈ +2 ക്വാളിഫിക്കേഷനും കൊണ്ടൊന്നും ഇപ്പോഴത്തെ പെമ്പിളേര് വീഴില്ല, പ്രത്യേകിച്ച് വമ്പ സ്രാവുകൾ. ഭായിയുടെ ഇപ്പോഴത്തെ ഉത്സാഹം കണ്ടിട്ട് ഏതോ വമ്പൻ സ്ലാവിനെ കൊളുത്തിണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പക്ഷെ വീഴണം. ഒരു കാലിഫോർണിയയിൽ സെറ്റിൽഡ് തൊടുപുഴക്കാരി, കാണാൻ തിരക്കേടില്ല, നല്ല പഠിപ്പുണ്ട്, പക്ഷെ കോടീശ്വരി. അവളുടെ അപ്പന് കാലിഫോർണിയയിൽ ഭയങ്കര ബിസിനസ്സാണ്. ഈ ബിടെക്കോടെ കെട്ടിയാലുണ്ടല്ലോ, ഞാൻ അവിടെ ഒരു വെലസ്. പക്ഷേ ബിടെക് അത് കിട്ടണം. അപ്പൊ ഭായിയുടെയും ജീവൻ മരണ പോരാട്ടമാണിത്. ഇത് കുറെ നേരം ആയല്ലോ. അപ്പൊ അനിയനും ഇറങ്ങിയിട്ടുണ്ടല്ലേ ചൂണ്ടയുമായിട്ട് പമ്പ സ്രാവുകളെ പിടിക്കാൻ? അങ്ങനെയൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ല. ഇപ്പൊ സമയം 8:30. 8:30 to 9:30 ഒരു മൊഡ്യൂൾ, 9:30 to 10:30 ഒരു മൊഡ്യൂൾ, 10:30. ഇനി അത് നടക്കണ പ്രശ്നമല്ല. 1 മണിയാ ഓരോരുത്തരും അവരുടെ മൊഡ്യൂൾ തീർക്കാം, അത്രേ ഉള്ളൂ. ഫൈസൽ പറഞ്ഞത് കറക്റ്റാ, എനിക്കാണെങ്കിൽ അത് പോയിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇലക്ട്രോണിക്സ്. ഹലോ, പറയടി. ഫിബിനെ, ഞാനൊന്ന് പോയി കിടന്നിട്ട് വരാം. സാംബായ്, ഞാൻ പോയി കുറച്ചു നേരം കിടന്നിട്ട് വരാം. അതാകുമ്പോൾ രാവിലെ വരെ പഠിക്കാൻ പറ്റും. അന്ന് സാമ്പായി, ഞാനും ഒരു ഇത്തിരി നേരം ചെന്ന് കിടന്നുറങ്ങിയിട്ട് വരാം. ഭായ്,
അവർ വിട്ടോ? ഏയ്, അവരലാറം വെച്ചിട്ടുണ്ടോ? അല്ലേലും ഈ കാരണന്മാര് പറയണതിലൊക്കെ കാര്യമുണ്ട്. ഹലോ. ആ, കഴിഞ്ഞു. റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. ആ, വിളിക്കാം എന്നെ. കഴിഞ്ഞു. ഓക്കെ, ബൈ. എന്നാലും പന്നികൾ വിളിച്ചില്ലല്ലോ. ഇക്കാര്യത്തിൽ ഇമാര് സ്വാർത്ഥന്മാരാ. ഇനി അടുത്ത പ്രാവശ്യം തന്നെ എഴുതണല്ലോ. മക്കളെ എഴുന്നേക്കടാ, എഴുന്നേക്കടാ. എന്താണ് ഇത്? എഴുന്നേക്കടാ. പരീക്ഷ അല്ലടാ മോനെ, എക്സാം അല്ലേ. എഴുന്നേക്കടാ. എന്തോന്നാണ്? ദൈവമേ, 7 മണിയാ. എടാ, നീയൊക്കെ മൊത്തം ഇരുന്ന് പഠിച്ചാ? ഞാനാ. പൊട്ടക്കണ്ണ, എണീക്ക്. എടാ, നിങ്ങളൊക്കെ പഠിച്ചാ? ഞാനാ. കുഴപ്പമില്ല. ഇപ്പൊ സമയം 7:30. 7:30 to 8 ഒരു മോഡ്യൂൾ, 8 to 8:30 ഒരു മോഡ്യൂൾ, 8:30. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും വേണ്ട. ഇനി എക്സാം എഴുതണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചാൽ മതി. അത് തന്നെ. ഇടപ്പോ സാമ്പായ് നോക്കട്ടെ. പുള്ളി മുട്ടം പടുത്താടാ. ഇത്തവണ കാലിഫോർണിയക്കാരെ കൊണ്ടുപോകുന്നാ തോന്നുന്നു. ശരിയാ. എന്താല്ലേ? സമ്മതിക്കണം.
ബൈ സാംബായ്, സാംബായ്. ആ കാലിഫോർണിയ ഫ്ലൈറ്റും പോയിട്ടോ. നിങ്ങൾ ഇന്നത്തെ പരീക്ഷ എഴുതുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെച്ചേര്. ഇത്തവണയെങ്കിലും സാമിന്റെ സമയം തെളിയുമോ? കാത്തിരിക്കുന്നത് പാലായിൽ വേരുള്ള ജർമ്മൻ സെറ്റിൽഡ് സൂസൻ മേരി വർഗീസ്.